ആശാ വർക്കേഴ്സിന്റെ സമരം ഏകദേശം 25 ദിവസത്തിലേക്ക് കടക്കുകയാണ്. വലിയ വിവാദവും സംവാദവും ഒക്കെ നടക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൊടുക്കുന്ന കേരളത്തിലാണ്. അപ്പോൾ സിക്കിമിൽ 10,000 രൂപ കൊടുക്കുന്നു. അത് മന്ത്രി പറയുന്നു, മന്ത്രി അസംബ്ലിയിൽ തെറ്റാണ് പറഞ്ഞതെന്ന് MLA പറയുന്നു. വലിയ വിവാദം നടക്കുന്നു. കേന്ദ്ര ഗവൺമെന്റാണ് കൂട്ടേണ്ടതെന്ന് പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റാണ് കൂട്ടേണ്ടതെന്ന് പറയുന്നു. വലിയ വിവാദം നടക്കുന്നു. എന്താണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യ കാര്യങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്കീം പ്രോഗ്രാമാണ്. മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ ഒരു സ്കീമാണിത്. ഒരു മിഷൻ പ്രൊജക്ട് ആണ്. അപ്പൊ അന്ന് 2-3 മണിക്കൂർ ആളുകൾ ജോലി ചെയ്താൽ മതി. അത് പലപ്പോഴും പല ദിവസങ്ങളിൽ 3 മണിക്കൂർ ചെയ്യാറില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ലീവ് എടുത്ത് അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ പോയതിനു ശേഷം ആഴ്ചയിൽ 1-2 ദിവസം കിടപ്പ്. കാരണം ഒരു വാർഡിനകത്തുള്ള പരിപാടിയല്ലേ ഉള്ളൂ. ദൂരെ അറ്റൻഡൻസ് ഇല്ല, മറ്റ് പരിപാടികളൊന്നുമില്ല. ഒരു വാർഡിനകത്തുള്ള ഒരു റിപ്പോർട്ട് അവിടെ ഹെൽത്ത് സൂപ്പർവൈസറോ ഹെൽത്ത് ഇൻസ്പെക്ടറോ ഒക്കെ ഒരു റിപ്പോർട്ട് വാങ്ങും. അപ്പം എല്ലാ 500 വീടുകളിൽ പല ദിവസങ്ങളിലായിട്ട് പോയി അവിടുത്തെ കിടപ്പ് രോഗികളെയും മറ്റുള്ള ആളുകൾക്കുമുള്ള എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു. പിന്നെ കുത്തിവെപ്പ് പരിപാടിയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി ചെയ്യുന്നതിനുള്ള ഒരു വോളണ്ടറി പരിപാടിയായിട്ടാണ് ആശാ വർക്കേഴ്സ് തുടങ്ങിയത്, ആശയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിന് ഭയങ്കരമായ കർശനമായ നിയമങ്ങളാവുന്നു. അവർക്ക് മറ്റ് ജോലി ചെയ്യാൻ പാടില്ല, ഫുൾ ടൈം വേറെ ജോലി ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിലെ എല്ലാ വർക്കും അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതിനനുസരിച്ചുള്ള ഒരു കാര്യവും കൊടുക്കുന്നില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും സ്കീമായിട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതിന് ഉപരിയായി സംസ്ഥാന ഗവൺമെന്റുകൾ പല സംസ്ഥാന ഇപ്പൊ ആന്ധ്ര ഗവൺമെന്റ് അവർക്ക് പ്രസവാനുകൂല്യം കൊടുക്കുന്നു. റിട്ടയർമെന്റ് സമയത്ത് റിട്ടയർമെന്റ് മീൻസ് അവരെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് സർവീസ് അവരുടെ സേവന കാലയളവ് കഴിഞ്ഞു പോകുമ്പോൾ തുക കൊടുക്കുന്നു. സിക്കിമിൽ 10,000 രൂപ കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കർണാടകത്തിൽ ഇതിനേക്കാൾ തുകയുണ്ട്. പിന്നെ UP-യിൽ ഇതിനേക്കാൾ നമ്മളെ കേരളത്തെക്കാൾ തുകയുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിൽ അവരുടെ സ്റ്റേറ്റിന് ഇവരെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ തുക കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ചെയ്യുന്നില്ല. 10-36 കോടി രൂപയുടെ വിഷയമേ ഉള്ളൂ ഇത്. അത് നമുക്ക് എന്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വല്ല സെസ്സെങ്കിലും ഏർപ്പെടുത്തണം. ഇപ്പോൾ സ്റ്റാമ്പ് വിറ്റിട്ടാണല്ലോ നമ്മുടെ പിന്നെ ശിശുക്ഷേമ സമിതി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കുറെ സ്റ്റാമ്പ് വിൽക്കുന്ന കാര്യം ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ആശാ വർക്കേഴ്സിനും ഇത്തരത്തിലുള്ള ആളുകൾക്കും NHM ആളുകൾക്കും ഒക്കെ പണം കൊടുക്കുന്നത്. അത് ഡോക്ടേഴ്സും ഉണ്ട് ഇതിനകത്ത്. പറയുമ്പോൾ NHM-ന്റെ കുറെ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഫാർമസിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരുമൊക്കെ നാമമാത്രമായ തുകയ്ക്കാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഇവര് 7,000 ആണെങ്കിൽ 36,000 രൂപയെ ഡോക്ടർക്ക് കൊടുക്കുന്നുള്ളൂ. അതും ടെമ്പററി ആണ്, അവർ കോൺട്രാക്ട് ആണ്, അല്ലാതെ അത് അവരെ സ്ഥിരപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ഇതൊരു വലിയ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഒരു തൊഴിൽ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. മിനിമം കൂലി ദിവസം 700 രൂപ എന്നുള്ള മിനിമം കൂലി കൊടുക്കുന്നില്ല. മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ചെറിയ പ്രായം മുതൽ തുടങ്ങി 10-30-35 വർഷം സ്റ്റേറ്റിനെയും ജനങ്ങളെയും സേവിച്ചതിന് ശേഷം അവർ വെറുതെ വീട്ടിൽ പോകണമെന്ന് പറയുന്നതൊന്നും ഒരു ലോജിക്കും ഇല്ല. അത് അടിമത്തമാണ്, ഒരു തരം ചൂഷണമാണ്. ഇതിനെയാണ് നമ്മൾ അടിമത്തം ചൂഷണം എന്നൊക്കെ പറയുന്നത്. മുതലാളിത്തത്തിന്റെ വലിയ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ പൊറുക്കാവുന്നതല്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എങ്ങനെയാണ് കൂടുതൽ തുക കൊടുക്കുക? ഇത് മാത്രം സ്കീം വർക്കേഴ്സിന് അംഗൻവാടി ടീച്ചർമാർ ചെയ്യുന്ന വലിയ സേവനമാണ്. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് ഇത്തരം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു സെസ് മറ്റുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെസ് ഏർപ്പെടുത്തുക, സ്റ്റാമ്പ് പുറപ്പെടുവിക്കുക, അല്ലാതെ വിറ്റ് കാശുണ്ടാക്കുക, അങ്ങനെ പല രൂപത്തിൽ അഡീഷണൽ ആയിട്ട് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും 2 രൂപ 3 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 5 രൂപയൊക്കെ വാങ്ങുന്നുണ്ട്, 5 രൂപ 10 രൂപയൊക്കെ മേടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ സ്റ്റാമ്പ് വാങ്ങാം, വിൽക്കാം, ചെറിയ അങ്ങനെ പല രൂപത്തിൽ ചെറിയ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. 10-36 കോടി രൂപ ഉണ്ടാക്കൽ വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ആ പണം ഉണ്ടാക്കി അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കേഴ്സ് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വാർഡിലെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന മുഴുവൻ ഡേറ്റയും കയ്യിൽ എടുത്തു വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വനിതകളാണ്. അപ്പൊ അവരെ തീർച്ചയായിട്ടും സമരം ഒത്തീർപ്പാക്കേണ്ടതാണ്. ഇപ്പൊ സമരം പോകുന്ന വഴി എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്കപ്പുറം അതുണ്ട്. കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിന് പുറമെ ഒരു ഈഗോ പ്രശ്നവും കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട്. CIT-കാരില്ല, AITC-കാരില്ല, INTC-കാരില്ല, ഞങ്ങളല്ലേ സമരം ചെയ്യേണ്ടത്, ബാക്കി ആരാണ് ഇവിടെ സമരം ചെയ്യുന്നത്, SUC ആരാണ്? SUC എന്ന കാര്യം മിനി അതിനകത്തുണ്ട് എന്നുള്ളതാണ് SUC-യുടെ ബന്ധം പറയുന്നത്. അല്ലെ, SUC-യുടെ തൊഴിലാളി സംഘടന ഉള്ളവരാണ് അവരൊക്കെ എന്ന് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അത് പിന്നെ മിനിയും പിന്നെ കുറച്ച് പേരും അതിന്റെ കുറച്ച് ആളുകളും അവർ സഹായിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം അങ്ങനെയെല്ലാം പറഞ്ഞു SUC ആണെങ്കിൽ തന്നെ അവരൊരു തൊഴിലാളി സംഘടനയാണ്, അവർ തൊഴിലാളി സംഘടനയുണ്ട്, രാഷ്ട്രീയ പാർട്ടി പോലെ അവർക്ക് തൊഴിലാളി സംഘടന, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇത് ആര് സമരം ചെയ്യുന്നു നോക്കിയിട്ടല്ലല്ലോ സമരത്തിന്റെ മെരിറ്റ് കണക്കാക്കുന്നത്. ആര് ചെയ്യുന്നതായാലും അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ അനുഭവ പരിചയക്കുറവുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നല്ല ആങ്കറായിരുന്നു, നല്ല ന്യൂസ് റീഡർ ആയിരുന്നു. പക്ഷെ പരാജയപ്പെട്ട മന്ത്രിയാണ്. ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ശൈല ടീച്ചറോ ശ്രീമതി ടീച്ചറോ അല്ലെങ്കിൽ മറ്റെത്രയോ മന്ത്രിമാരുണ്ട് ഇവിടെ. എത്രയോ പ്രാവശ്യം ഇവിടെ സമരം നടന്നിട്ടുണ്ട്. 10 ദിവസം CIT നേടുന്നതിൽ 2014 തോന്നുന്നു 10 ദിവസം നിരാഹാര സമരം, ഇതുപോലെ രാപ്പകൽ സമരം നടത്തി. എത്ര സമരം നടന്നിട്ടുണ്ട്? 4 ഡിമാൻഡാണ് ശരിക്കും പറഞ്ഞ ആശാ വർക്കേഴ്സ് വെച്ചത്. അതിൽ 2 ഡിമാൻഡ് ആൾറെഡി കൊടുത്തും കഴിഞ്ഞു ഗവൺമെന്റ്. അതിന്റെ ക്രെഡിറ്റ് എങ്കിലും ഗവൺമെന്റിന് എടുക്കാൻ പറ്റിയോ? പിന്നെ അരിയർ തീർത്തവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു. അവരുടെ കണ്ടീഷൻസ് എല്ലാം എടുത്തു കളഞ്ഞു എന്ന് പറയുന്നു. അത് 2 എടുത്തു കളഞ്ഞപ്പോൾ 3-ാമത്തെ ചെറിയ ഹൈക്കെങ്കിലും വരുത്തി
അവരെ ഒരു വിശ്വാസത്തിലെടുത്ത് ഒരു 1-2 പ്രാവശ്യം ചർച്ച ചെയ്ത് ഹൈക്കെങ്കിൽ വെച്ച് ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് ഒരു കമ്മീഷനൊക്കെ വെച്ച് ഇത് പരിശോധിക്കാന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പിട്ടിട്ടുണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുവന്നതിന് പകരം ഒരു പരിചയക്കുറവുണ്ട്. വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ വലിയൊരു പരിചയക്കുറവുണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ അവരിങ്ങനെ സ്തുതി പാടിയൊക്കെ നടക്കുകയാണ്. മുഖ്യമന്ത്രി കൊള്ളാം, പ്രധാനമന്ത്രി മോശമാണ്, അല്ലെങ്കിൽ ഗവർണർ മോശമാണ്, അല്ലെങ്കിൽ മറ്റേ ആൾ കൊള്ളാം, MLA കൊള്ളാം, കപ്പിത്താനാണ് സാർ, ഇങ്ങനെ സ്തുതി പാടി ചാനലിലൊക്കെ ഇരുന്നതിന്റെ ഒരു കുഴപ്പമാണ്. ഒന്നുകിൽ തള്ളിപ്പറയുക അല്ലെങ്കിൽ സ്തുതി പാടുക, രണ്ടല്ലേ ഉള്ളൂ ചാനലുകളിൽ. പല ആങ്കർമാരും എല്ലാവരും അങ്ങനല്ല. ഒന്നുകിൽ പാട്ടെല്ലാം തള്ളിപ്പറയുക അല്ലെങ്കിൽ സ്തുതി പാടുക, ഇത് 2 കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മെരിറ്റ് പറയുന്നത് പലപ്പോഴും കുറവാണ്. അപ്പൊ ഇവരിങ്ങനെ സ്തുതിയൊക്കെ പാടി മുഖ്യമന്ത്രിയെ കപ്പിത്താനെന്നും ഈ കപ്പലാടില്ല സാർ, ഉളിയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അടിച്ച് ഹോംവർക്ക് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. കൃത്യമായി ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ സമരമൊക്കെ തീർക്കാമായിരുന്നു, എന്നേ ഈ സമരം തീർക്കാമായിരുന്നു. അവർക്ക് കുറച്ച് ആനുകൂല്യം കൊടുക്കുകയും ചെയ്യാമായിരുന്നു, അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താമായിരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാമായിരുന്നു, പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. ഇന്നിപ്പോ BJPയും കോൺഗ്രസും LDFും UDFും NDAയും സകല സാംസ്കാരിക നായകരും കലാകാരന്മാരും പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സമരത്തെ എതിർക്കുന്നവരുടെ ശക്തമായി എതിർക്കുന്നവരുടെ ഭാഷയിൽ പറഞ്ഞാൽ SDP-യും ജമാഅത്തിയും അർബൻ നക്സലും എന്തൊക്കെ നിങ്ങൾ പേരിടുമോ അവരൊക്കെ പല രൂപത്തിൽ ഒന്നിക്കും, പല സ്ഥലത്തും പോകും. അവർ ചിലപ്പോൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കും, അവർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. സമരം വിജയിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് പലരുടെയും പിന്തുണ എടുത്തു വന്നിരിക്കും. അപ്പൊ അത് ഗൗരവമായി കാണണ്ടേ, ഗവൺമെന്റ് വളരെ സീരിയസ് ആയി കാണണ്ടേ. അപ്പൊ ഇതൊരു പക്വത കുറവുണ്ട്, ഇതൊരു അഭിമാന പ്രശ്നമായിട്ടല്ല എടുക്കേണ്ടത്. ഗവൺമെന്റ് ഒരിക്കലും ദുരഭിമാനം പാടില്ല. ഗവൺമെന്റിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാര്യം ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രതീകമാണ്, വ്യക്തികളല്ല. മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ വ്യക്തികളല്ല, വ്യക്തികൾക്കെതിരെയല്ല ആളുകൾ സമരം ചെയ്യുന്നത്, ആ പ്രതീകത്തിനെതിരെയാണ്, മന്ത്രി എന്ന പദവിക്ക് എതിരെയാണ്. അല്ലെങ്കിൽ അത് അവരോടാണ് കാര്യങ്ങൾ പറയാം, അല്ലാതെ വീണ ജോർജിനോടോ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ ഒന്നും അല്ലല്ലേ ഈ പറയുന്നത്. പിണറായി വിജയനോടല്ല പറയുന്നത്, മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്, ആരോഗ്യമന്ത്രിയോടാണ് പറയുന്നത്, ധനമന്ത്രിയോടാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈഗോയുടെ കോംപ്ലക്സിന്റെ കാര്യമൊന്നുമില്ല. ആളുകൾ കരയും, വിളിക്കും, അവർ സമരം കിടക്കും, നിരാഹാരം കിടക്കും, രാപ്പകൽ സമരം നടത്തും. അവർ പല രൂപത്തിൽ ഡിമാൻഡ് ചെയ്യും ജനാധിപത്യത്തിൽ. ഭരണഘടന അവർക്ക് അനുവദിച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ സമരം ചെയ്യും. അപ്പൊ അത് കേൾക്കുവാനും സമാധാനത്തിൽ നിന്ന് ചർച്ച ചെയ്യാനും ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കിയില്ലല്ലോ. ആരോഗ്യവകുപ്പും ധനവകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും വനിതാക്ഷേമ വകുപ്പും എല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടായിരുന്നു. 3 മന്ത്രിമാർ ഒന്നിച്ചിരിക്കുക, ധനമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും, അത് ഒറ്റയ്ക്കുള്ള ചർച്ച, ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും, അത് വേറിട്ട ചർച്ച, സാമൂഹ്യക്ഷേമമായിട്ട് ചർച്ച ചെയ്യും, അത് വേറിട്ട ചർച്ച. ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നൊന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ശ്രദ്ധയിലെങ്കിൽ ഈ വിഷയം കൊണ്ടുപോയി മുഖ്യമന്ത്രി 5 മിനിറ്റിനകത്ത് വിളിച്ചുകൂട്ടി എന്താണ് വിഷയം, നമുക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കണമല്ലോ. 230 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ 230 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. രാവിലെ ആശാ വർക്കേഴ്സ് കഴിക്കുമ്പോൾ, രാവിലെ ഉറക്കൊഴിക്കുമ്പോഴാണ് ഒരാഴ്ച മുമ്പ് പറഞ്ഞിരിക്കും അടുത്ത ആഴ്ച മന്ത്രി വരുന്നു, അല്ലെങ്കിൽ MLA വരുന്നു, അല്ലെങ്കിൽ അവിടെ ഉദ്ഘാടനം, ഇവിടെ ഉദ്ഘാടനം, ഗ്രാമസഭാ പരിപാടി, 100 പരിപാടികളിലും എല്ലാ പരിപാടികളും പങ്കെടുക്കും. അപ്പൊ 100 കൂട്ടം പരിപാടികളാണ്. ഈ പരിപാടി രാവിലെ കഴിക്കുമ്പോഴായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് പറഞ്ഞത് ഇന്ന് കറുത്ത സാരിയും പച്ച ബ്ലൗസും, അല്ലെങ്കിൽ മഞ്ഞ സാരിയും വെള്ള ബ്ലൗസും. അതുപോലെ ഡ്രസ് കോഡുകളുണ്ട്, വളരെ കൃത്യമായ ഡ്രസ് കോഡുകൾ. അപ്പൊ ഇത് ഒരു മന്ത്രി വരുമ്പോൾ വെള്ള സാരിയും പച്ച ബ്ലൗസ് ഇട്ടുകൊണ്ട് പോകുമ്പോഴാണ് ഉടൻ തന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞ് വേറൊരു മന്ത്രി മറ്റൊരു പരിപാടിക്ക് വേറൊരു പാർട്ടി വരുന്നു. അവിടെയും എല്ലാ ആശാ വർക്കേഴ്സും വരണം. അപ്പൊ അവരെന്ത് ചെയ്യണം, അവർ പിന്നെ മഞ്ഞ സാരിയും വെള്ള ബ്ലൗസ് ഇടണം, അല്ലെങ്കിൽ പച്ച സാരിയും കറുത്ത ബ്ലൗസ് ഇടണം, അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് ഇവരുടെ സേവനമല്ല എല്ലാ കാര്യത്തിനും. ഗ്രാമസഭ കൂടിയാൽ കൃത്യമായിട്ട് ആശാ വർക്കേഴ്സ് അവിടെ വേണം, എന്ത് സർവേ ഉണ്ടായാലും ആശാ വർക്കേഴ്സ് വേണം, മന്ത്രിമാര് വരണമെങ്കിൽ മുമ്പിൽ ആശാ വർക്കേഴ്സ് വേണം, എല്ലായിടത്തും ആശാ വർക്കേഴ്സ് വേണം. അത് കുടുംബശ്രീകാരെ അങ്ങനെ തന്നെയാണ്, തൊഴിലുറപ്പുകാരെ അങ്ങനെ തന്നെയാണ്, അംഗൻവാടികളെ അങ്ങനെ തന്നെയാണ്. ഇവര് കുറച്ച് പാവപ്പെട്ട സാക്ഷരതാ പ്രവർത്തകന്മാരെ അങ്ങനെയാണ്. ഇവര് കുറച്ച് പാവപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ ഈ നാട്ടിൽ കിടപ്പുണ്ട്. അവരുടെ സേവനം ചൂഷണമാണ്. ഏതെങ്കിലും വനിതാ സംഘടന ഇത് ടേക്കപ്പ് ചെയ്യുന്നുണ്ടോ? വനിതാ വിമോചനത്തിന്റെ ശബരിമലയിൽ ആളെ കയറ്റുന്ന ഉൾപ്പെടെയുള്ള ചർച്ച നടന്ന നാടാണ് ഇവിടെ. വനിതാ മതിലുണ്ടാക്കിയ നാടാണ് ഇവിടെ. വനിതാ ജംഗ്ഷൻ ഉണ്ടാക്കിയ നാടാണ്. എന്തൊക്കെ ചെയ്ത നാടാണ്. പക്ഷെ വനിതകളെ സംബന്ധിക്കുന്ന ഇത്തരം വിഷയം, അവരുടെ അവകാശ വിഷയങ്ങളിൽ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒരു രാപ്പകൽ സമരം നടന്നുകൊണ്ട് കുറെ ആളുകൾ അതിന്റെ പുറകിലുണ്ട്. ഒരു പൊതുസമൂഹത്തിന്റെ നല്ലൊരു അപ്ലാസും കിട്ടിയിട്ടുണ്ട്, പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എന്തോ ഈ വിഷയം ചർച്ച ചെയ്യണ്ടേ? സ്കീം പോലുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത വിഭാഗരായിട്ടുള്ള, അതുപോലെ മാനേജ്മെന്റ് കോളേജുകളിൽ പ്രവർത്തിക്കുന്ന, അതുപോലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറുകളിലെ വനിതകളുടെ ഒരു ശാക്തീകരണത്തിനും അവരുടെ മിനിമം കൂലിക്കുമുള്ള പുതിയ പദ്ധതി കൊണ്ടുവരേണ്ട കാലമായി. അതിനെക്കുറിച്ച് എന്തേ നമ്മൾ ചിന്തിക്കുക? ആ ചർച്ചയല്ലേ കേരളത്തിൽ ശരിക്കും നടക്കേണ്ടത്?